രാധിക ഈ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ നിന്നിട്ടുമുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ വിഷമങ്ങൾ ഇവിടെ വന്ന് നിന്നാ സംസാരിക്കാം. അത് ചിലപ്പോൾ നേരം വെളുക്കുന്നത് വരെ നീണ്ടു നിൽക്കും. ഞാൻ ഇത് ഈ നേരം വരെ ഇവളുടെ കഴുത്തിൽ വെച്ചിരുന്നതാ. എനിക്ക് മാഡത്തിന് ഒരുപാട് ഇഷ്ട. മാഡത്തിന്റെ പാട്ടുകൾ, ദൈവത്തിന്റെ ശബ്ദ മാഡത്തിന്. ഇനിയിപ്പോ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. ആദ്യം അമ്മയാണോ അതോ മകളാണോ? നിന്റെ മോള് നിന്റെ മുന്നിൽ കിടന്ന് പെടയുന്നത് ഞാൻ കാണിച്ചു തരാടി. ഐശ്വര്യ, മോളെന്താ ഉറങ്ങാത്തെ? ഉറക്കം വരുന്നില്ല. ഇത് പുതിയ സ്ഥലമായതുകൊണ്ടായിരിക്കും. നാളെ നേരം വെളുക്കുമ്പോൾ മോക്ക് ഈ സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെടും. നോക്ക്, എൻ്റെ മോള് പേടിക്കണ്ട. നിന്റെ നന്മയും ഭക്തിയും നിന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ ഇരിക്കൂ. മാഡം മാഡം കഴിച്ചിട്ട് മതി ബാക്കിയൊക്കെ. അല്ല ഞാൻ മാഡം, അത് പിന്നെ അച്ഛനും അമ്മയും ഇന്നലെ കുറെ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു മാഡത്തിനെ കുറിച്ച്. ഇത്ര പെട്ടെന്ന് എങ്ങനെയാ മാഡത്തിന് എന്നോട് പ്രിയം തോന്നിയത്? മാഡം എങ്ങനെയാ എന്നെ കാണുന്നത്? മാഡം ഇത്രയും സ്നേഹിക്കാൻ കാരണം എന്താ എന്നൊക്കെ. ഒറ്റ കാരണേ ഉള്ളൂ, നീ എൻ്റെ
ചില ആളുകളെ ആദ്യമായിട്ട് കാണുമ്പോൾ ഇവര് നമ്മുടെ സ്വന്തമാണ്, ഇതിനു മുമ്പേ നമ്മൾ കാണേണ്ടതാണ് എന്നൊക്കെ തോന്നില്ലേ? അങ്ങനൊരു തോന്നല എനിക്ക് മോളെ കണ്ടപ്പോ. അച്ഛനും അമ്മയും സംശയങ്ങൾ എന്തെങ്കിലും ചോദിച്ചാ ഉറപ്പിച്ചു പറഞ്ഞോളൂ, മാഡത്തിന് മോളെ പോലെ തന്നെയാണെന്ന്. ഞാൻ വാരിത്തരട്ടെ? അല്ല, അത് വേണ്ട. സാരമില്ല, ഞാൻ കുഴപ്പമില്ല. സാരമില്ല മോളെ, മകളുടെ പദവി തന്നില്ലേ, അപ്പൊ അമ്മയ്ക്ക് ചില അവകാശങ്ങളൊക്കെ ഇല്ലേ? ദാ കഴിക്കൂ. രാധിക ഈ ഫോട്ടോ കണ്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് ഇവിടെ നിന്നിട്ടുമുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ വിഷമങ്ങൾ ഇവിടെ വന്ന് നിന്നാ സംസാരിക്കാം. അത് ചിലപ്പോൾ നേരം വെളുക്കുന്നത് വരെ നീണ്ടു നിൽക്കും. ഇപ്പൊ ഞാൻ രാധികയെക്കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. മോളുടെ ഭർത്താവിനെ അദ്ദേഹം ഒന്ന് കാണട്ടെ. മാഡം വേറൊന്നും വിചാരിക്കരുത്. രാധിക പറഞ്ഞിട്ടുള്ളതല്ലാതെ മാഡത്തിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ. ബുദ്ധിമുട്ടാണ് വരുൺ. വരുണ് നിർബന്ധിച്ച ഫിദ ചിലപ്പോ പഴയ കാര്യങ്ങൾ പറയുമായിരിക്കും. പക്ഷേ പിന്നീട് കുറെ നേരം ഫിദ സാധാരണ രീതിയിലായിരിക്കില്ല. ഓ, അദ്ദേഹത്തിന്റെ മരണത്തോടെ ഫിദ ഒറ്റപ്പെട്ടു. അത്രയും വരുണ് മനസ്സിലാക്കിയാൽ മതി. മോളെ, ഇതാണ് മോളുടെ ക്യാബിൻ. എനിക്കോ? വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്താ കുട്ടിയെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ തരാതിരിക്കാൻ പറ്റുമോ? സത്യമായിട്ടും ഇതൊന്നും വേണ്ട മാഡം. പറയുന്നത് കേൾക്കൂ കുട്ടി.